ഹായ് ഹലോ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അതിന് മുമ്പ് ആ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് കാണാം. നമുക്ക് എല്ലാ ഭാഗത്തേക്കും ഡെലിവറിയും കൂടി അവൈലബിൾ ആണ്. എല്ലാവർക്കും ഒന്നും കൂടി വെൽക്കം. ആദ്യമേ നമ്മൾ കാണിക്കുന്നത് കുറച്ച് കളർഫുൾ ആയിട്ടുള്ള ബാംഗിൾസ് ആണ് കേട്ടോ. നമുക്ക് ഡെയിലി വെയർ ചെയ്യാം, ഒരു ലൈഫ് ലോങ് ഒക്കെ യൂസ് ചെയ്യാമെന്ന് പറയില്ലേ, ആ തരത്തിൽ വരുന്ന ബാംഗിൾസ് ആണ്. അപ്പോൾ ഇതാണ് ഐറ്റം വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് കണ്ടാലോ. അപ്പോൾ ആദ്യം കാണിക്കുന്നത് ഗ്രീൻ ആണ് കേട്ടോ. പേസ്റ്റൽ ഗ്രീനും അതേപോലെ വൈറ്റ് കോംബോയാണ് വരുന്നത്. ഇതിൻ്റെ ഒരു ഫ്ലവർ അല്ലെങ്കിൽ ഒരു ബട്ടർഫ്ലൈൻ്റെ പാറ്റേണിലാണ് ഡിസൈൻസ് വരുന്നത്. കംപ്ലീറ്റ്ലി അങ്ങനെയാണ് വരുന്നത്. ജസ്റ്റ് ഓപ്പൺ ചെയ്യുക, ഇടുക. ഇതൊരു ഫിക്സഡ് സൈസിലാണ് വരുന്നത്. ഇതിൽ ചെറുത് വലുത് അങ്ങനെ ഇല്ല കേട്ടോ, ഒരു ഫിക്സഡ് സൈസാണ് വരിക. ഏകദേശം 2.4 തൊട്ട് 2.8 വരെ ഉള്ളവർക്കൊക്കെ ഇടാനായിട്ട് പറ്റും. അങ്ങനത്തെ ഒരു സൈസാണ് ഇത്. ലൈഫ് ലോങ് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ ഈ ബാംഗിൾസിന്. അതാണ് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ജസ്റ്റ് ഒന്ന് താഴെ തട്ടിയാലും നോക്കിക്കോ, അത് കേട് വരത്തില്ല. അത്രയ്ക്കും നല്ല സ്ട്രോങ് ആണ്. നമുക്ക് ഈസിയാണ് വെയർ ചെയ്യാൻ. ഇപ്പോൾ കളർഫുൾ ആയിട്ട് നമുക്ക് ഓരോ സാരീസിനായാലും ചുരിദാസിനായാലും ഇടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് യൂസ് ചെയ്യാവുന്നല്ലോ. ഒരു ഇൻവെസ്റ്റ്മെന്റ് ലൈഫ് ലോങ് ആയിട്ടുള്ള ഒരു ബാംഗിൾ കിട്ടും കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഇത് വെയർ ചെയ്തൊന്ന് ഞാൻ കാണിച്ചു തരാം. ഈസിയാണ് നമുക്ക് വെയർ ചെയ്യാനായാലും. ഇതാ ഇങ്ങനെയാണ് കയ്യിൽ കിടക്കുക. നല്ല രസത്തിൽ കയ്യിൽ ബ്ലെൻഡ് ആയിട്ട് കിടന്നോളും. ഒരൊറ്റ എണ്ണം ഇട്ടാൽ മതി. നമുക്ക് ഫാൻസി ആൻഡ് ട്രെൻഡിങ് ലുക്കും കൂടി തരുന്ന ഐറ്റമാണ്. ഇതാണ് കേട്ടോ. ഇനി അടുത്ത കളേഴ്സ് കണ്ടാലോ. അടുത്ത കളേഴ്സ് വരുന്നത് ഇതിന്റെ തന്നെ സെയിം ബ്ലൂ ആൻഡ് പിങ്ക് കോംബോ അവൈലബിൾ ആണ്. അതേപോലെ വൈറ്റ് ആൻഡ് ബ്ലാക്ക് കോംബോ അവൈലബിൾ. ഇതൊക്കെ ഓപ്പൺ ആണ് കേട്ടോ. ഇത് ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചു തരാം. ഇവിടെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഓപ്പൺ ചെയ്താൽ മതി. ഓപ്പൺ ചെയ്ത് ഇടാവുന്നതേ ഉള്ളൂ. അതേപോലെ ഇതായാലും ജസ്റ്റ് ഓപ്പൺ ചെയ്ത് ഇടാവുന്നതേ ഉള്ളൂ. ഇതാ ഇങ്ങനെ ജസ്റ്റ് ഓപ്പൺ ചെയ്താണ്. ബ്ലൂ ആൻഡ് പിങ്ക് ആണ് കോംബോ വരുന്നത്. ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. ഇത് ഇങ്ങനെയാണ് ഡിസൈൻ വരുന്നത്. ഇതിന്റെ ഉള്ളിൽ ചെറുതായിട്ടൊരു ഗ്ലിറ്ററിങ് ഉണ്ട്. അത് സൂക്ഷിച്ച് നോക്കിയാലേ നമുക്ക് അറിയാനായിട്ട് പറ്റത്തുള്ളൂ. അങ്ങനെയാണ് വരുന്നത്. ഇത് ഒരിക്കലും ഇതിന്റെ കളറോ അതൊന്നും ഷെയ്ഡോ ഒന്നും ഒരിക്കലും പോവത്തില്ല കേട്ടോ. ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. അതും ലൈഫ് ലോങ് യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ബാംഗിൾസ് ആണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കയ്യിൽ വെയർ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് ഒരു ലുക്ക് കിട്ടുന്നത്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആകുമ്പോൾ എല്ലാത്തിൻ്റെ കൂടി മിക്സ് ആൻഡ് മാച്ചായി പൊക്കോളും. ഇതാണ് വരുന്നത്. ബ്ലൂ ആൻഡ് പിങ്ക് കോംബോ ഇങ്ങനെയാണ് വരുന്നത്. നല്ല ബ്യൂട്ടിഫുൾ പാറ്റേൺസ് ആണ് കേട്ടോ. മൂന്നും നല്ല കളേഴ്സും ആണ്. നമുക്ക് ഡെയിലി ഒക്കെ ഓഫീസ് വെയറിനൊക്കെ മാറി മാറി ഇടാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഐറ്റംസ് ആണ്. നല്ല ട്രെൻഡിങ് ആണ്, കാണാൻ നല്ല രസമാണ്. ഇനി കാണിക്കുന്ന ചെറിയൊരു ഹാങ്ങിങ്സ് വരുന്ന ഇയറിംഗ്സ് ആണ്. ഇതിങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലിൽ വരുന്നതാണ്. റെഡ് സ്റ്റോൺ ആണ് ഇതിൽ വന്നിരിക്കുന്നത്. ഹൈലൈറ്റ് ചെയ്ത് താഴെയും റെഡ് സ്റ്റോൺ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിൽ മേലിലെ സ്റ്റെഡും ഈ ഹാങ്ങിങ് കൂടി സെപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. കണ്ടില്ലേ. അതേകൂടാതെ ബാക്കിൽ സ്ക്രൂസ് ആണ് കേട്ടോ കൊടുത്തിരുന്നത്. ഗോൾഡ് പ്ലേറ്റഡിന്റെ ആണ്. ജസ്റ്റ് 130 വരുന്നുള്ളൂ. നല്ല അഫോർഡബിൾ പ്രൈസ് ആണ്. റെഡ് കളർ മാത്രമേ നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ ഇത് വേണ്ടവർ തീർച്ചയായിട്ടും പർച്ചേസ് ചെയ്തോളൂ. ഇപ്പൊ ഇത് വേണമെങ്കിൽ നമുക്ക് സെക്കൻഡ് സ്റ്റെഡ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാം. നോസ് പിന്നൊക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റൂട്ടോ. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള പോലെ തന്നെ നമുക്കത് മാറി മാറി യൂസ് ചെയ്യാനായിട്ട് പറ്റും. വേണമെങ്കിൽ നമുക്ക് ഇയറിംഗ്സ് ആയിട്ട് സ്റ്റെഡ് ആയിട്ട് ഇടാം, ഹാങ്ങിങ് ആയിട്ട് ഇടാം. അങ്ങനെയൊക്കെ നമുക്ക് മാറി മാറി യൂസ് ചെയ്യാനായിട്ട് പറ്റുമേ. ഇനി വരുന്ന റൂബി ആൻഡ് വൈറ്റ് കോംബോയിൽ വരുന്ന ഒരു ഇയറിംഗ്സ് കണ്ടല്ലോ. ജസ്റ്റ് ഒരു ലീഫിന്റെ പാറ്റേണിലാണ് കേട്ടോ വരുന്നത്. ഒത്തിരി ഭംഗിയാണ്. നമ്മുടെ സ്റ്റോൺ വർക്ക്സ് വരുന്ന ഇയറിംഗ്സ് ആയാലും വളകളായാലും മാലകളായാലും അതിനൊത്തിരി ഹൈലൈറ്റ് ചെയ്ത് എടുത്ത് കാണിക്കും അല്ലേ. അപ്പൊ അതുപോലെ നല്ല ഭംഗിക്ക് നല്ല ലീഫിന്റെ ഷേപ്പിൽ വരുന്ന ഇയറിംഗ്സ് ആണ്. ബാക്കിൽ എല്ലാത്തിന്റെയും സ്ക്രൂസ് ആണ്. ഗോൾഡ് പ്ലേറ്റഡ് ആണ്. നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റിനാണ് നമ്മൾ കൊടുക്കുന്നത്. 140 അത്രയേ ഉള്ളൂ. നല്ല അഫോർഡബിൾ പ്രൈസ് ആണ്. അപ്പൊ വേണ്ടവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പർച്ചേസ് ചെയ്ത് നോക്കുക. വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. ഇട്ടാൽ നമുക്ക് ഇട്ടതായിട്ട് പോലും ഫീൽ ചെയ്യില്ല. അത്രയ്ക്ക് സിമ്പിൾ ആയിട്ടുള്ള മോഡലും കൂടിയാണ്. നല്ല ഭംഗിയാണ് കാണാൻ. ഇതാണ് കേട്ടോ പാറ്റേൺ വരുന്നത്. റൂബി ആൻഡ് വൈറ്റ് കോംബോ ആണ്. ഇനി നമുക്ക് മണിമാല കാശുള്ളത് 2 ലെയറിന്റെ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. ലക്ഷ്മിദേവിയുടെ ചിത്രം ഉള്ളതാണ്, ഐഡൽ ഉള്ളതാണ്. അപ്പൊ അത് നോക്കിയിട്ട് പർച്ചേസ് ചെയ്യുക. ഇങ്ങനെയാണ് വരുന്നത്. അതിന്റെ പാറ്റേൺ എന്ന് പറയുന്നത് കുറച്ച് 4 മുത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ വരുന്നത് കാശാണ്. കാശിൽ ദൈവത്തിന്റെ ചിത്രമുണ്ട്. അപ്പൊ അങ്ങനത്തെ പാറ്റേണിലാണ് വരുന്നത്. വീണ്ടും 4 മുത്ത് 2 ലെയറിലാണ് വരുന്നത്. പിന്നെ കൊളുത്തും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് വരുന്നത്. അപ്പൊ 8 പിടിയുടെ മാലയാണ്. 8 പിടി എന്ന് പറയുമ്പോൾ 24 ഇഞ്ചാണ് കേട്ടോ വരുന്നത്. നമുക്കിത് റീപ്ലേറ്റ് ചെയ്ത് യൂസ് ചെയ്യാം. അത്യാവശ്യ കാലം നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റുമേ. അപ്പൊ ഇനി കിട്ടാത്ത കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് പർച്ചേസ് ചെയ്ത് നോക്കാം. നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റിനാണ് നമ്മളിത് കൊടുക്കുന്നത്. ഇതാണ് അതിന്റെ പാറ്റേണും കാര്യങ്ങളും വരെ കണ്ടോ. കറക്റ്റ് ഗോൾഡിന്റെ അതേ ലുക്കും കാര്യങ്ങളും വരുന്ന ഐറ്റം കൂടിയാണ്. റീപ്ലേറ്റ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഐറ്റമാണ്. 8 പിടിയുടെ മാല എന്ന് പറയുമ്പോൾ എന്നും 24 ഇഞ്ചാണ് കേട്ടോ വരുന്നത്. ഒരു സൈഡ് 12, ഈ സൈഡ് കംപ്ലീറ്റ് 12, ഈ സൈഡ് 12. അങ്ങനെയാണ് 24 ഇഞ്ചസ് എന്ന് നമ്മൾ പറയുന്നത്. നല്ല രസമില്ലേ.
660 വരുന്നുള്ളൂ. നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി പ്രൈസ് ആണ്. അപ്പോൾ പർച്ചേസ് ചെയ്ത് നോക്കാം. അമ്മമാർക്കായാലും ഒരു സമ്മാനം കൊടുക്കാം കേട്ടോ. നമ്മളിതിൽ കൊളുത്ത് വെച്ച് തരുന്നതായിരിക്കും കേട്ടോ. ഈ കൊളുത്ത് വെച്ച് തരുന്നതായിരിക്കും. ഇതാ ഇങ്ങനെയാണ് വരുന്നത്. ഇങ്ങനെയാണ് പോകുന്നത്. നല്ല ഷൈനിങ്ങും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ കാശിന്റെ. വെയർ ചെയ്ത് കഴിയുമ്പോൾ ഇത് ഇങ്ങനത്തെ ഒരു ലുക്കാണ് കേട്ടോ നമുക്ക് കിട്ടുക. നല്ല കഴുത്തിൽ നല്ല ഗ്രാൻഡ് ലുക്ക് തരുന്ന ഐറ്റമാണ്. മണിമാലയുടെ വിത്ത് കാശുള്ളത്. ഇപ്പൊ 660 നല്ല ബഡ്ജറ്റ് പ്രൈസ് ആണ്. അപ്പൊ പർച്ചേസ് ചെയ്തോളൂ കേട്ടോ. ഇനി നമുക്കിത് ഏകദേശം ഒരു കമ്പിവളയുടെ മോഡലിൽ വരുന്ന പോലെയുള്ള പാറ്റേൺ കണ്ടാലോ. ഇത്രയും കൂടി തിക്കായിട്ടുള്ള ബാംഗിൾസ് ആണ് വരുന്നത്. 2.6 എന്ന സൈസിലാണ് വരുന്നത്. അപ്പൊ ഡയമീറ്റർ 6.1 അല്ലെങ്കിൽ 6 അതിന്റെ ഉള്ളിൽ വരുന്നതാണ് ഡയമീറ്റർ. എന്നും സെന്റർ ടു സെന്റർ മെഷർമെന്റ് എടുത്ത് നോക്കിയിട്ട് വേണം ബാംഗിൾസ് പർച്ചേസ് ചെയ്യാനായിട്ട്. ഇങ്ങനത്തെ പാറ്റേൺ ആണ് പോകുന്നത്. നമുക്കൊരു ഫംഗ്ഷൻ വെയർസിനും കാര്യങ്ങൾക്കൊക്കെ ഇടാൻ പറ്റും. അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ടൊക്കെ വെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് വെയർ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഐറ്റം ആണ്. അതിന്റെ ഗ്ലിറ്ററിങ് കാര്യങ്ങളൊക്കെ കണ്ടില്ലേ, നല്ല രസമുണ്ട് കേട്ടോ. നല്ല ഷൈനിങ് കാര്യങ്ങളൊക്കെ കണ്ടില്ലേ, നല്ല എക്സാക്ട് ഗോൾഡ് പോലെ തന്നെ ഉണ്ടാവും കാണാനായിട്ട്. ജസ്റ്റ് 1 പീസിന് 70 റുപ്പീസ് അത്രേ വരുന്നുള്ളൂ. അപ്പോൾ 2.6 പർച്ചേസ് ചെയ്തോളൂ കേട്ടോ. ഇതെങ്ങനെയാണ് പാറ്റേൺ പോകുന്നത്. നല്ല ഭംഗിയിലെ കാണാൻ. നല്ല ഷൈനിങ് ഒക്കെ കണ്ടില്ലേ. അതിന്റെ ഇടയിൽ ലൈൻസ് ഒക്കെ വരുന്നതാണ് അതിന്റെ ഹൈലൈറ്റും ഷൈനിങ് എന്ന് പറയുന്നത്. കയ്യിൽ ഇത് ഞാൻ വെയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇത് ഇങ്ങനെ ഒരു ലുക്കാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. 6 പാറ്റേണിൽ വരുന്ന ബാംഗിൾസ് ആണ്. ഇനി നമുക്ക് എല്ലാ കളർ സ്റ്റോൺസും കൂടി ബ്ലെൻഡ് ആയിട്ട് വരുന്ന പാറ്റേണിലുള്ള ബാംഗിൾസ് കാണാം. അത് ഇതാണ് വരുന്നത്. ഈ പാറ്റേണിലാണ് വരുന്നത്. നല്ല ഭംഗിയാട്ടോ ഐറ്റം. ഒരു തടവള പോലെയൊക്കെ കൈ കിടന്നോളും. നമുക്ക് ഒരു പീസ് ഇട്ടാൽ തന്നെ കൈ നിറഞ്ഞിരിക്കെ. ജസ്റ്റ് 250 വരുന്നുള്ളൂ. ഇതിൽ ഗ്രീനും വൈറ്റും അതേപോലെ റൂബി സ്റ്റോൺസും കൂടി അവൈലബിൾ ആണ്. നടുക്കുണ്ടോ മാർക്കിങ്സും ലൈനിങ്സും അതൊക്കെ ഒത്തിരി ഭംഗിയാണ് കേട്ടോ. ഈ വളക്ക് കാണാനായിട്ടും നല്ല രസമാണ്. കൈ കിട്ടുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഒത്തിരി ഇഷ്ടപ്പെടും. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാറ്റേൺ ആണ് പോകുന്നത്. ജസ്റ്റ് 1 പീസിന് 250 ഉള്ളൂ. ഗോൾഡ് പ്ലേറ്റഡ് ആണ്. കണ്ടോ, നമുക്ക് ഗോൾഡിന്റെ തന്നെ എക്സാക്ട് ലുക്കും കാര്യങ്ങളൊക്കെ തരും കേട്ടോ നമ്മുടെ ഓർണമെന്റ്സ് എന്ന് പറയുന്നത്. ഇങ്ങനെയാണ്. നമ്മളൊരു കുറച്ച് കെയർ മാത്രം കൊടുത്താൽ മതി. അപ്പോൾ അത്യാവശ്യ കാലം നമുക്ക് യൂസ് ചെയ്യാനായിട്ടും സാധിക്കുക. ഇങ്ങനെയാണ് വരുന്നത് അതിന്റെ പാറ്റേൺ. 2.6 എന്ന സൈസാണ്. അപ്പോൾ 6 അല്ലെങ്കിൽ 6.1 ഡയമീറ്റർ ഉള്ളവർക്ക് തീർച്ചയായിട്ടും ഇത് ചൂസ് ചെയ്യാം കേട്ടോ. ഇങ്ങനെയാണ് പോകുന്ന പാറ്റേൺ. നല്ല ഭംഗിയില്ലേ. ആ സ്റ്റോൺസ് ഹൈലൈറ്റിംഗ് തന്നെയാണ് ഈ വളയുടെ. കയ്യിലിട്ട് കഴിഞ്ഞാൽ അത് ഇങ്ങനത്തെ ഒരു ലുക്കാണ് നമുക്ക് കിട്ടുന്നത്. ആ സ്റ്റോൺസിൻ്റെ ഒക്കെ ഭംഗി കണ്ടില്ലേ. നല്ല ഷൈനിങ്ങും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇനി നമ്മൾ കാണിക്കുന്നത് കരിമണിയും അതിന്റെ വേറെ പാറ്റേണിൽ വരുന്ന ബാംഗിൾസും കൂടിയാണ് കാണിക്കുന്നത്. ഈ പാറ്റേണിൽ വരുന്ന കരിമണിയാണ്. ഒരു മീഡിയം സൈസാണ് മുത്ത് വരുന്നത്. അത്യാവശ്യം കുറച്ച് വലുപ്പമുണ്ട് ഈ മുത്തിന്. പിന്നെ 3 ഗോൾഡൻ ബോൾസ് ആണ് വരുന്നത്. ആ പാറ്റേണിൽ പോകുന്ന 8 പിടിയുടെ കരിമണി മാലയാണ്. 8 പിടി എന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിൽ 24 ഇഞ്ചാണ്. ഇതാണ് അതിന്റെ കൊളുത്തും കാര്യങ്ങളും എല്ലാം ഗോൾഡ് പ്ലേറ്റഡ് ആണ്. ജസ്റ്റ് 380 വരുന്നുള്ളൂ. നല്ല അഫോർഡബിൾ പ്രൈസ് ആണ്. ഇങ്ങനെയാണ് അതിന്റെ ഷൈനിങ് കണ്ടോ. ക്രിസ്റ്റൽസിന്റെ ഷൈനിങ് നല്ല ഭംഗിയാണ് മാലയ്ക്ക് കൊടുക്കുന്നത്. ഇങ്ങനെയാണ് അതിന്റെ പാറ്റേൺ വരുന്നത്. അപ്പൊ ഇതിന് മാച്ചിങ് ആയിട്ടുള്ള ഈ നമുക്ക് വളകളും കൂടി കാണാം അല്ലെ. ഈ പാറ്റേണിലാണ് കേട്ടോ ഇപ്രാവശ്യം നമ്മൾ വള കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിന് മാച്ചിങ് അല്ലേ. അപ്പോൾ 2.4 എന്ന സൈസുകാർക്കാണ് നമ്മൾ ഇപ്രാവശ്യം കൊണ്ടുപോയിരിക്കുന്നത്. അപ്പോൾ ഇതാണ് പാറ്റേൺ പോകുന്നത്. ജസ്റ്റ് ഒരു ഇങ്ങനെയാണ് വരുന്ന ഒരു ഫ്ലവറിന്റെ പാറ്റേണിൽ വരുന്ന ഫുൾ സ്റ്റോൺ വർക്ക്സ് ആണ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിന്റെ ഇടയിൽ ഡിസൈൻ കണ്ടോ. ഡിസൈൻ ഒത്തിരി നല്ല ഭംഗിയുണ്ട്. 2 വളയുടെ ഇടയിലാണ് ഈ ഡിസൈൻസ് വരുന്നത്. 2 പ്ലെയിൻ ആയിട്ടുള്ള ബാംഗിൾസ് ആണ് വരുന്നത്. ഇങ്ങനെയാണ് കംപ്ലീറ്റ് അതിന്റെ പാറ്റേൺ പോകുന്നത്. ബ്ലാക്ക് സ്റ്റോൺസ് ആകുമ്പോൾ തന്നെ ഒത്തിരി ബ്യൂട്ടിഫുൾ ആണ് അല്ലേ കാണാനും കൂടിയായിട്ട്. അപ്പോൾ ഇതാണ് പാറ്റേൺ. അപ്പോൾ 2.4 ആണ് സൈസ് വന്നിരിക്കുന്നത്. 2.6 അപ്പോൾ 2.4 ഉള്ളവർ തീർച്ചയായിട്ടും വേഗം തന്നെ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. ഇതിന് മാച്ചിങ് ആയിട്ടുള്ള ബാംഗിൾസ് ആണ് കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ 2.4 5.7 ആണ് 5.7 ആണ് ഡയമീറ്റർ വരുന്ന സ്കെയിലിൽ അളന്ന് നോക്കുമ്പോൾ 2.4 പർച്ചേസ് ചെയ്തോളൂ. 220 ആയിരുന്നുള്ളൂ ഒരെണ്ണത്തിന്റെ പ്രൈസ് എന്ന് പറയണത്. നല്ല അഫോർഡബിൾ ആണ്. നല്ല തടവള പോലെ കൈ കിടന്നോളും. ഇത് 380 വരുന്നുള്ളൂ നമ്മുടെ പ്രൈസ് എന്ന് പറയണത്. നല്ല ഭംഗിയാണ്. ഇതിന്റെ മുത്തുകളായാലും നല്ല ഷൈനിങ് ആണ്. ഇങ്ങനെയാണ് വരുന്നത്. അപ്പൊ ഇതും കൂടി ഒന്നിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒത്തിരി കളക്ഷൻസും കാര്യങ്ങളും കാണിച്ചു. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഹൈപ്പ് ഓപ്ഷൻ അടിക്കുക. നമുക്ക് യൂട്യൂബിൽ അത് അവൈലബിൾ ആണ്. അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോസ് കാണുന്നവരെ എല്ലാവർക്കും ബൈ. താങ്ക്